ഈ മഹത്തായ വേദിയിൽ സയ്യിദ് ജസീൽ ഷാമിൽ ഇർഫാനി കാമിൽ സഖാഫി നമ്മെ അഭിസംബോധന ചെയ്യുന്നു. ആത്മീയ ചികിത്സയുടെ കേരളീയ പാരമ്പര്യം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സയ്യിദ് അവറുകളെ ആദരങ്ങളോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഫായിസീന ബിറിദല്ലാഹ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم ألهمني علما أفقه به أوامرك ونواهيك وارزقني فهما أعلم به كيف أناجيك يا أرحم الراحمين. اللهم ارزقني فهم النبيين وحفظ المرسلين وإلهام الملائكة المقربين. اللهم أكرمني بنور الفهم وأخرجني من ظلمات الوهم وافتح لي أبواب رحمتك وانشر علي حكمتك بأنواع رحمتك يا أرحم الراحمين. ഈ പ്രൗഢഗംഭീരമായ സദസ്സ് എല്ലാ അർത്ഥത്തിലും കബൂലുള്ള സദസ്സായി സ്വീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. മർഹൂം യൂസുഫുൽ ഖാദിരി നവ്വറല്ലാഹു മർഖദഹു അവരുടെ ഉറസ് മുബാറക്കിനോടനുബന്ധിച്ച് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സദസ്സ് ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. പറയുന്നത് ആത്മാർത്ഥമായി പറയാനും കേൾക്കുന്നത് നിഷ്കളങ്കമായി കേൾക്കാനും തീരുമാനമെടുക്കുന്നത് നിഷ്കപടമായി തീരുമാനമെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ആത്മീയ ചികിത്സയുടെ കേരളീയ പാരമ്പര്യം എന്ന ശീർഷകത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. ധാരാളം വിഷയങ്ങൾ ഒരുപാട് പണ്ഡിതന്മാർ ഈ സദസ്സുമായി സംബന്ധിച്ചിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ പൊരുത്തവും ഇൽമിന്റെ സുഗന്ധവും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ലൗലം യകുൻ ലിഹുളൂരി മജ്ലിസിൽ ഇൽമി മൻഫഅത്തുൻ സിവൻ നളരി ഇലാ വജ്ഹിൽ ആലിമി ലകാനൽ വാജിബു അലൽ ആഖിലി അൻ യർഗബ ഫീഹി. ഒരു സദസ്സിലേക്ക് വന്നാൽ ഏറ്റവും വലിയ നേട്ടം ധാരാളം പണ്ഡിതന്മാരെ കാണാം, നോക്കാം എന്നതാണെങ്കിൽ ഒരു വിവേകി ചിന്തിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ ഉലമാഇന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കാം എന്നാണ്. ഈ അർത്ഥത്തിൽ ധാരാളം പണ്ഡിതന്മാരെ ഈ ഒരു ഇടത്തിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയുന്നു. അല്ലാഹു തആല ഈ സ്നേഹബന്ധം സ്വർഗത്തിലേക്കുള്ള സ്നേഹബന്ധമായി സ്വീകരിക്കട്ടെ. ആത്മീയ ചികിത്സയുടെ കേരളീയ പാരമ്പര്യം എന്ന ശീർഷകത്തെ ഒരു 4-5 പോയിന്റുകളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആത്മീയ ചികിത്സ, അതിൻ്റെ പാരമ്പര്യം, അതിൻ്റെ കേരളീയ പൈതൃകം, അതിൻ്റെ അടിസ്ഥാനം, പിന്നെ ഏതാനും ചില കാര്യങ്ങൾ ഉണർത്തി വാക്കുകൾക്ക് വിരാമമിടും. ദീർഘനേരം സംസാരിക്കേണ്ട സന്ദർഭമല്ല എന്നറിയാം. ഇനിയും ഒരുപാട് സെഷനുകൾ ഒരുപക്ഷെ കാത്തിരിക്കുന്നുണ്ടാകും. ഒന്നാമത്തേത് ആത്മീയ ചികിത്സ എന്നതാണ്. ആത്മീയ ചികിത്സ എന്ന പ്രയോഗത്തിന് മുഖ്യധാര നൽകുന്ന വികലമായ ഒരുപാട് ബോധങ്ങളും ബോധ്യങ്ങളും അർത്ഥങ്ങളുമുണ്ട്. ഏതേത് മരണങ്ങൾ നടന്നാലും ദുർമരണങ്ങൾ നടന്നാലും അത് ആത്മീയ ചികിത്സയുടെ മറവിൽ നടന്നത് എന്ന് വികലമായ വ്യാഖ്യാനം നൽകുന്ന ഒരു പൊതുബോധമുണ്ട്. അതിനെ ഞാൻ അവഗണിക്കുന്നു. ആത്മീയ ചികിത്സ എന്നതിൻ്റെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട മർഹൂം യൂസുഫുൽ ഖാദിരി നവ്വറല്ലാഹു മർഖദഹു കൈകാര്യം ചെയ്ത മേഖലകൾ ഇന്നത് എന്ന് നമ്മുടെ അവരെ സംബന്ധിച്ച് എഴുതിയ പുസ്തകത്തിൽ തന്നെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ മേഖലകളുടെ കേരളീയ പൈതൃകം, പാരമ്പര്യം മാത്രമേ ചർച്ചയ്ക്ക് വരുന്നുള്ളൂ. അഥവാ പരിശുദ്ധമായ ഖുർആനിലെയും ഹദീസിലെയും ദിക്റുകളും ദുആകളും ഇൽമുൽ ഔഫാഖ്, ഇൽമുൽ ഹുറൂഫ്, അതുപോലെ അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് ഓരോരുത്തരുടെയും ദാത്തിലേക്ക് ചേർത്തുകൊണ്ടുള്ള ഇസ്മ,
മുജറബായ ഔറാദുകളും ഹിസ്ബുകളും റാത്തീബുകളും മൗലിദുകളും അങ്ങനെ ഇത്രയും മേഖലകളിലാണ് ബഹുമാനപ്പെട്ട മർഹൂം യൂസുഫുൽ ഖാദിരി നവ്വറല്ലാഹു മർഖദഹു കൈവച്ചത്. അത് സ്വയം അറിഞ്ഞു, മറ്റുള്ളവർക്ക് അതിൻ്റെ മധുരം പകർന്നു കൊടുത്തു. ആത്മീയ ചികിത്സ കൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത് അതുമാത്രമാണ്. രണ്ടാമത്തെ പോയിന്റ് അതിൻ്റെ പാരമ്പര്യം. പ്രത്യേകിച്ചും മർഹൂം യൂസുഫുൽ ഖാദിരി നവ്വറല്ലാഹു മർഖദഹു ഇൽമിൻ്റെ അഹ്ലുകാരനുമാണ്. അമലുകൊണ്ട് തേജോമയമായ, അമലുകൊണ്ട് പ്രശോഭിതമായ ജീവിതത്തിൻ്റെ ഉടമയുമാണ്. ഒരു മനോഹരമായ പാരമ്പര്യം അവർക്കുണ്ട്. അഥവാ യൂസുഫുൽ ഖാദിരി നവ്വറല്ലാഹു മർഖദഹു അവരുടെ ഗുരുനാഥനാണ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ പാനായിക്കുളം. അവരുടെ ഗുരുനാഥനാണ് തട്ടാങ്ങര കുട്ടിയാമു മുസ്ലിയാർ. അവരുടെ ഗുരുനാഥനാണ് സൈനുദ്ദീൻ മഖ്ദൂം അഖീർ. അവരുടേത് ഉമർ ഖാളി വെളിയങ്കോട് റളിയല്ലാഹു അൻഹു. അവരുടേത് മമ്മിക്കുട്ടി ഖാളി പൊന്നാനി. അവരുടേത് അലി ഹസൻ മഖ്ദൂം, അഹ്മദ് മഖ്ദൂം, ഖാജ മഖ്ദൂം, നൂറുദ്ദീൻ മഖ്ദൂം, അബ്ദുൽ അസീസ് മഖ്ദൂം, അബ്ദുർ റഹ്മാൻ മഖ്ദൂം, ഉസ്മാൻ മഖ്ദൂം, അബ്ദുർ റഹ്മാൻ മഖ്ദൂം, ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, സക്കരിയ അൽ അൻസ്വാരി, ജലാലുദ്ദീൻ അൽ മഹല്ലി, അബ്ദുർ റഹീം അൽ ഇറാഖി, അലാഉദ്ദീൻ അലി ഇബ്നു ഇബ്രാഹിം, യഹ്യ ഇബ്നു ഷറഫിൻ നവവി, അൽ ഇമാം ഇർബലി സല്ലാർ, മുഹമ്മദുൽ ഖസ്വീനി, അബ്ദുൽ ഗഫാർ അൽ ഖസ്വീനി, അബുൽ ഖാസിം റാഫിഈ, വാലിദുഹു റാഫിഈ, അൽ ഇമാം നൈസാബൂരി, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി, ഇമാമുൽ ഹറമൈനി, അബൂ മുഹമ്മദ് അൽ ജുബൈനി, അബൂബക്കർ ഖഫാൽ മർവസി, അബൂ സയ്യിദ് മർവസി, അബൂ ഇസ്ഹാഖ് മർവസി, അഹ്മദുൽ ബഗ്ദാദി, അൽ ഇമാമുൽ അൻമാതി, റബീഉൽ മുറാദി, അൽ ഇമാം ഷാഫിഈ, മുസ്ലിം ഉസ്സഞ്ചി, അബ്ദുൽ മലിക് ബിൻ ജുറൈജ്, അതാ ഇബ്നു അബി റബാഹ്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവരുടെ എല്ലാം ഗുരുനാഥനാണ് സയ്യിദുന വസനദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ എത്തുന്ന അവരുടെ ഗുരു പരമ്പര. അതിൽ ഇൽമുൽ ഔഫാഖിന്റെയും ഇൽമുൽ ഹുറൂഫിന്റെയും ഒരു പരമ്പര ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് കാണാം. കാരണം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഗുരുനാഥനാണ് ഹമ്മാദുൽ അസ്വദ് റളിയല്ലാഹു അൻഹു. അവരുടേത് അഹ്മദു ദീനവരി റളിയല്ലാഹു അൻഹു. അവരുടേത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. അവരുടേത് സരിയു സഖത്തി റളിയല്ലാഹു അൻഹു. അവരുടേത് മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു. അവരുടേത് ദാവൂദു ത്വാഇ റളിയല്ലാഹു അൻഹു. അവരുടേത് ഹബീബുൽ അജമി റളിയല്ലാഹു അൻഹു. അവരുടേത് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. അവരുടേത് അലി ഇബ്നു അബി ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു. അവരുടേത് സയ്യിദുന വസനദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്മരിയ പുരുഷന്റെ ഗുരു പരമ്പര ബറക്കത്തിന് വേണ്ടി കേൾപ്പിച്ചു എന്ന് മാത്രം. ആത്മീയ ചികിത്സയുടെ ഒരു ലോക പാരമ്പര്യവും അല്ലെങ്കിൽ നമ്മളിലേക്ക് ചേർത്തുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു ചെറിയ ഒരു പാരമ്പര്യം മാത്രമാണ് ഈ കേൾപ്പിച്ചത്. അവർ കൈകാര്യം ചെയ്ത മേഖലകൾ ഞാൻ ഉണർത്തി. അതായത് ഇൽമുൽ ഔഫാഖ് ഉണ്ട്, ഇൽമുൽ ഹുറൂഫ് ഉണ്ട്, അതുപോലെ ഖുർആനിലെയും ഹദീസിലെയും അദ്കാറുകളും ദുആകളും അസ്മാഉൽ ഹുസ്നയിൽ നിന്നുള്ള ദാത്തിലേക്ക് ചേർത്തുകൊണ്ടുള്ള ഇസ്മുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ പ്രത്യേകമായി സ്പർശിച്ച മേഖലകളാണ്. അതിൽ ഇൽമുൽ ഔഫാഖ് എന്ന് പറയുമ്പോൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടാകും, ധാരാളം ഇൽമുകൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് ഇൽമുൽ ഔഫാഖ് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇരിക്കുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ അതിൽ അഗ്രഗണ്യരായിരിക്കും. ഇൽമുൽ അദാദ്, ഇൽമുൽ ഹുറൂഫ്, ഇൽമുൽ ഇഖ്തിയാറാത്തി നുജൂമിയ്യത്തി വസഅദിഹാ വനഹസിഹാ വത്തിസാലാത്തിഹാ വശറഫിഹാ, ഇൽമുൽ അസ്മാഇ വദ്ദഅവാതി വറുഖാ, ഇങ്ങനെ തുടങ്ങി ധാരാളം ഇൽമുകൾ അതിൽ അവഗാഹം നേടുമ്പോഴേ ഇൽമുൽ ഔഫാഖിൽ ഒരു വ്യക്തിക്ക് അവഗാഹം ഉണ്ടാവുകയുള്ളൂ, അതിൽ മഹാറത്ത് ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ ആ വിഫ്ഖുകളും കാര്യങ്ങളും എഴുതി വെച്ചതുകൊണ്ട്, തയ്യാറാക്കി വെച്ചതുകൊണ്ട് നമുക്ക് പക്ഷേ ആ കഠിനാധ്വാനമില്ല എന്ന് മാത്രം. ഇൽമുൽ ഔഫാഖിനെ സംബന്ധിച്ച് അത് മനസ്സിലാക്കാത്ത, പഠിക്കാത്ത ഒരു ഗുരു പോലും നമ്മുടെ പരമ്പരയിലില്ല. സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു അതിൽ അഗ്രഗണ്യരായിരുന്നു.
ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിയ എന്ന കിതാബിൽ 2 സന്ദർഭങ്ങളിൽ അത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു അത് കൈകാര്യം ചെയ്ത് അവരിലേക്ക് അത് ചേർക്കപ്പെടുക പോലും ചെയ്തു എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിലെ 2ാമത്തെ ചോദ്യത്തിന് മറുപടിയായി പറയുന്നത് കാണാം. ഫതാവൽ ഹദീസിലെ 2ാമത്തെ ചോദ്യം എന്താണ്? മാ ഹുക്മു ഇൽമുൽ ഔഫാഖ്, ഇൽമുൽ ഔഫാഖിന്റെ ഹുക്ം എന്ന് പറയാമോ? അപ്പോൾ ഫഅജാബന ഫഅല്ലാഹു ബിഉലൂമിഹി ബിഅന്ന ഇൽമൽ ഔഫാഖി യർജിഉ ഇലാ മുനാസബാത്തിൽ അഅദാദ് വഅലാ ജഅലിഹാ ശക്ലിൻ മഖ്സൂസ് വജഅലിഹാ അലാ ശക്ലിൻ മഖ്സൂസ് وهذا كأن يكون على شكل من 9 بيوت مبلغ العدد من كل جهة 15 وهو ينفع لقضاء الحوائج وإخراج المسجون ووضع الجنين وكل ما هو في هذا المعنى وضابطه حتى زهج واحد وهو مباح لا محظور فيه إن استعمل لمباح وإلا بخلاف ما إذا استعين به على حرام وعليه يحمل جعل القرافي الأوفاق من السحر. എന്ന മനോഹരമായ വരിയിലൂടെ 2 സന്ദർഭങ്ങളിൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു സംബന്ധിച്ചും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഹത്താ വകാന ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഖദ് ഇഅ്തനാ ബിഹി കസീറൻ ഹത്താ നുസിബ ഇലൈഹി. ഇൽമുൽ ഔഫാഖ്, ധാരാളം ഇൽമുകളിൽ അവഗാഹം നേടുമ്പോൾ മാത്രം ഒരു വ്യക്തിക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ആ ശാസ്ത്രത്തെ സംബന്ധിച്ച് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന് വൈദഗ്ധ്യമുണ്ടായിരുന്നുവെന്നും സക്കരിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന് അതിൽ വലിയ അവഗാഹം ഉണ്ടായിരുന്നുവെന്നും അതിൽ നല്ലൊരു ഗ്രന്ഥം അദ്ദേഹം രചിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ചികിത്സാ രംഗത്ത്, അമലിന്റെ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്ന ചില വസ്തുക്കൾ, ആ വസ്തുക്കളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ബാജൂരി റളിയല്ലാഹു അൻഹു അവരുടെ ബുർദക്ക് എഴുതിയ മനോഹരമായൊരു ഹാഷയുണ്ട്. അത് ഹാസിയത്തടക്കം ഈ വിനീതൻ ഓതിയെടുത്തത് ബഹുമാനപ്പെട്ട അഭിവന്ദ്യ ഗുരുവര്യർ PSK മൊയ്തു ബാക്കവി മാടവന ഉസ്താദിൽ നിന്നാണ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. അഥവാ അതിൽ കുങ്കുമവും മാനിന്റെ തോലും അതുപോലെ തവളയുടെ ഊറക്കിട്ട തോലും അതുപോലെ തകിടുകളും സ്വർണവും ഇങ്ങനെ തുടങ്ങി ഓരോ ചികിത്സാ രംഗത്ത് ഉപയോഗപ്പെടുത്തേണ്ട ഓരോ വസ്തുക്കളും അതിൻ്റെ ഉസൂൽ അനുസരിച്ച്, അടിസ്ഥാന നിയമം അനുസരിച്ച്, ബുർദയിലെ ഓരോ വരികൾക്കനുസരിച്ചും വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ബാജൂരി റളിയല്ലാഹു അൻഹു. ഞാൻ എന്തിനാണ് അദ്ദേഹത്തെ തന്നെ ഉദ്ധരിച്ചത്? കർമ്മശാസ്ത്ര പണ്ഡിതനാണ്, ഷാഫിഈ മദ്ഹബിലെ അതികായനാണ്, ഷാഫിഈ മദ്ഹബിലെ അഗ്രഗണ്യനായ പണ്ഡിതനാണ്. അവരെ തന്നെ ഉദ്ധരിച്ച് അതിൻ്റെ നിയമസാധുത നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. അപ്പൊ ഇൽമുൽ ഔഫാഖ് കളിപ്പിച്ചു. അതുപോലെ അമലിൽ ഉപയോഗപ്പെടുത്തുന്ന ചില വസ്തുക്കളിലേക്കുള്ള മനോഹരമായ സൂചന ഹാഷിയത്തുൽ ബാജൂരിയിൽ, ബുർദയ്ക്കുള്ള ഹാഷിയത്തുൽ ബാജൂരിയിൽ ഉണ്ടെന്നും പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളേണ്ടത് ആത്മാർത്ഥമായി ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം പിറന്നു വീണത് തന്നെ 3 പരമ്പരകളിൽ കണ്ടുകൊണ്ടാണ്. ജമലുല്ലൈലി സാദാത്തിൻ്റെയും ബാലവി സാദാത്തിൻ്റെയും ബുഖാരി സാദാത്തിൻ്റെയും ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് അതിൻ്റെ സൗരഭ്യവും അതിൻ്റെ സുഗന്ധവും വളരെ നന്നായി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, വിട പറഞ്ഞ പിതാവിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? വിട പറഞ്ഞ മാതാപിതാക്കൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അവർ അവരുടെ ജീവിതകാലത്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ, അവർ അവരുടെ ജീവിതകാലത്ത് പങ്കുവച്ചിരുന്ന നന്മകൾ, സുഹൃത്തുക്കൾ, അവരുമായി സന്തോഷം പങ്കിടുക, അവരുമായി സാന്നിധ്യത്തിലാവുക. ഇത് വിട പറഞ്ഞ പിതാവിന് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാക്ക്. ഈ വിനീതന്റെ അഭിവന്ദ്യ പിതാവ് മരണം വരെ ഈ ഒരു മേഖല നിലനിർത്താനും ആത്മീയ ചികിത്സാ രംഗം നിലച്ചു പോകരുത്, അത് കെട്ടുപോകരുത്, അതിവിടെ നിലനിൽക്കണം. ഇൽമിന്റെ അഹ്ലുകാരുടെ അഗ്രഗണ്യരായ പണ്ഡിതന്മാരുടെ കരങ്ങളിൽ അത് സുഭദ്രമാവണം എന്ന അർത്ഥത്തിൽ വളരെ കഠിനാധ്വാനം ചെയ്ത് ഈ മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല വിട പറഞ്ഞവർക്കെല്ലാം ഖബറുകളിൽ വലിയ ആനന്ദം പ്രദാനം ചെയ്യട്ടെ. ഏതായിരുന്നാലും ആത്മീയ ചികിത്സയുടെ കേരളീയ പാരമ്പര്യത്തിലെ പാരമ്പര്യം മാത്രമാണ് ഈ ഉണർത്തിയത്. ഇൽമുൽ ഔഫാഖിൻ്റെയും ഇൽമുൽ ഹുറൂഫിൻ്റെയും ചികിത്സാ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്ന ചില വസ്തുക്കളുടെയും പണ്ഡിതോചിതമായ ചില ഇബാറത്തുകളും കാര്യങ്ങളും കേൾപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഈ വിനീതന്റെ 3 കബീലകൾ. ഈ വിനീതന്റെ അഭിവന്ദ്യ പിതാവ് ജമലുല്ലൈലി കബീലയിലെ 35ാമത്തെ പേരക്കുട്ടിയാണ്. അഥവാ ഹുസൈൻ റളിയല്ലാഹു അൻഹു, സൈനുൽ ആബിദീൻ മുഹമ്മദുൽ ബാഖിർ, ജാഫർ സാദിഖ്, അലിയുൽ ഉറൈലി, മുഹമ്മദ് ഈസൻ നഖീബ്, അഹ്മദുൽ മുഹാജിർ, ഉബൈദുല്ലാഹി, അലവിയുൽ മുബതക്കിർ മുഹമ്മദ്, അലവി, അലിയുൽ ഖാലിയുൽ ഖാസിം, സാഹിബുൽ മിർബാത്ത് അലി, മുഹമ്മദുൽ ഫഖീഹുൽ മുഖദ്ദം അലി, ഹസനു തുറാബി, മുഹമ്മദ് അസദുല്ലാഹ് ഹസനുൽ മുഅല്ലം, മുഹമ്മദ് അലി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി, സൈനുൽ ആബിദീൻ അബ്ദുല്ലാഹ് അഹ്മദ് അബ്ദുറഹ്മാൻ, അസ്സയ്യിദ് മുഹമ്മദ് ബാഹസൻ ജമലുല്ലൈൽ, അസ്സയ്യിദ് അഷ്ശൈഖ് അലി ബാഹസൻ ജമലുല്ലൈൽ, അസ്സയ്യിദ് മുഹമ്മദ് ബാഹസൻ ജമലുല്ലൈൽ, അസ്സയ്യിദ് ഷെയ്ഖ് ബാഹസൻ ജമലുല്ലൈൽ, അസ്സയ്യിദ് മുഹമ്മദ് കോയ ബാഹസൻ ജമലുല്ലൈൽ, അസ്സയ്യിദ് അലി ഹസൻ ബാഹസൻ ജമലുല്ലൈൽ, വഅബിയൽ മർഹൂം അസ്സയ്യിദ് മുഹമ്മദ് കോയ ബാഖവി സഖാഫി നവ്വറല്ലാഹു മറാഖിദഹും യാ റബ്ബൽ ആലമീൻ. ഇതിൽ 29ാമത്തെ ഉപ്പാപ്പ മുതലാണ് ഈ കേരളത്തിൽ പടർന്നു പന്തലിച്ചിട്ടുള്ളത്. 29ാമത്തെ ഉപ്പാപ്പ കടലുണ്ടി നഗരത്തിൽ മറവിട്ട് കിടക്കുന്ന ഖുതുബുസ്സമാൻ അസ്സയ്യിദ് മുഹമ്മദ് ബാഹസൻ ജമലുല്ലൈലി അവരുകളാണ്. അവരിൽ നിന്ന് അവർ സൂക്ഷിച്ചു പോകുന്ന ഗ്രന്ഥങ്ങളടക്കം അഭിവന്ദ്യ പിതാവിന്റെ ഗ്രന്ഥശേഖരത്തിലുണ്ട്. ഓരോന്നും വളരെ മനോഹരമായി തഹരീർ ചെയ്തതും എഡിറ്റ് ചെയ്യേണ്ടത് എഡിറ്റ് ചെയ്തും കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർത്തതുമായ വളരെ പുരാതനമായ ഗ്രന്ഥങ്ങൾ അത് വളരെ സൗരഭ്യത്തോടുകൂടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ജമലുല്ലൈലി പരമ്പരയിലെ ഒരു പാരമ്പര്യം. അതുപോലെ ഈ വിനീതന്റെ ഉമ്മയുടെ പിതാവ് ബാലവി സരണിയിലെ 35ാമത്തെ പേരക്കുട്ടിയാണ്. അത് ഞാൻ ഈ പറഞ്ഞ സരണിയിൽ നിന്ന് 16ാമത്തെ ഉപ്പാപ്പയാണ് സയ്യിദ് മുഹമ്മദുൽ ഫഖീഹുൽ മുഖദ്ദം റളിയല്ലാഹു അൻഹു. അവരുടേത് അങ്ങോട്ട് ഇങ്ങനെ പോയി പോന്നാൽ അതിൽ വളരെ പ്രധാനിയാണ് ഉമർ മുഹ്ലാർ ചെറിയ കോയത്തങ്ങൾ. അത് പാപ്പിനിശ്ശേരി വളപട്ടണം കക്കുളങ്കര വലിയ ഒരു ഖബർസ്ഥാനുണ്ട്. വളരെ പുരാതനമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഖബർസ്ഥാനാണ്. അവിടെ മറവിട്ട് കിടക്കുന്ന മഹല വ്യക്തിത്വം ഉമർ മുഹ്ലാർ ചെറിയ കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദ. അവർ അവരുടെ ഉപ്പാപ്പമാരിൽ നിന്ന് ഹിക്കായത്ത് ചെയ്തതും സൂക്ഷിച്ചു പോകുന്നതുമായ പാരമ്പര്യവുമുണ്ട്. അതുപോലെ ഈ വിനീതന്റെ ഉമ്മയുടെ ഉമ്മ അത് ബുഖാരി സരണിയിലെ പേരക്കുട്ടിയാണ്. അസയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ ഖാദിരി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് ഇജാസത്ത് വാങ്ങാത്തവർ വളരെ വിരളമാണ് നമ്മുടെ കേരളത്തിനകത്ത്. ഏറെക്കുറെ വിലായത്ത് കൊണ്ടും സ്വലാഹ് കൊണ്ടും അറിയപ്പെട്ട ആളുകളെല്ലാം ഹാമിദ് കോയമ്മത്തങ്ങൾ ഖാദിരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട്. ചികിത്സാ രംഗത്ത്, ആത്മീയ രംഗത്ത് അതിൻ്റെ സമ്മതം വാങ്ങിയത് രേഖകളിൽ നിന്നും ചരിത്ര ടെക്സ്റ്റുകളിൽ നിന്നും നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഈ 3 ഇത് പടർന്നു പന്തലിച്ച് കിടക്കുന്ന 3 കബീലകളാണ്. ജമലുല്ലൈലി സാദാത്ത്, അതുപോലെ ബാലവി സാദാത്ത്, ബുഖാരി സാദാത്ത്. ഈ അഹ്ലു ബൈത്ത് പണ്ഡിതന്മാരായ വലിയ ഇൽമിന്റെ അഹ്ലുകാരായവർ വളരെ മനോഹരമായി ആ മേഖല കൈകാര്യം ചെയ്തു. പിന്നീട് എപ്പോഴും 1921 കാലത്താണ് അതിനൊരു മങ്ങലേറ്റത്. അപ്പോൾ 1926 പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി വഹാബിസവും ബിദഈകളും മങ്ങലേൽപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം അത് തുറന്നടിക്കുകയും അങ്ങനെ അതിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾ ആരുണ്ടെങ്കിലും അവരുമായി തർക്കുൽ മുവാലാത്ത് വേണം എന്നർത്ഥത്തിൽ വരെ പ്രമേയങ്ങൾ വന്നു. 1933 മാർച്ച് 5 ഫറൂഖ് മൈതാനിൽ വെച്ച് നടന്ന 6ാമത്തെ സമ്മേളനമുണ്ട്. അതിൽ 15 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചിരുന്നത്. അതിൽ 8ാമത്തെ പ്രമേയം എന്താണ്? കേരളത്തിൽ അനേകം കൊല്ലമായി മുസ്ലിമീങ്ങൾ നിരാക്ഷേപം ചെയ്തു പോന്നിരുന്ന, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന താഴെ പറയുന്ന കാര്യങ്ങൾ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഉലമാക്കളിൽ സ്ഥിരപ്പെട്ടതാണ്. അത് മതവിരുദ്ധമാണെന്നും ശിർക്കാണെന്നും പറയുന്നവർ സുന്നികളല്ല എന്നും അവരുമായി ബന്ധവിച്ഛേദനം വേണമെന്നും അന്ന് 15 പ്രമേയങ്ങളിലെ 8ാമത്തെ പ്രമേയമായി ബഹുമാനപ്പെട്ട അഹ്മദ് കോയ ഷാലിയാത്തി റളിയല്ലാഹു അൻഹുവിനാൽ അവതരിപ്പിക്കപ്പെട്ടത് ചരിത്ര രേഖകളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അതിന്റെ താഴ്ഭാഗത്ത് കൊടുത്തെടുത്ത് കാണാം
അവിടെ ഉറുക്കുണ്ട്, മന്ത്രമുണ്ട്, ചരടുണ്ട്, പിഞ്ഞാണം എഴുതി കൊടുക്കലുണ്ട്, എല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പരമ്പരാഗതമായി കൈമാറിപ്പോന്ന ആ ഒരു വലിയ പാരമ്പര്യത്തെ മങ്ങലേൽപ്പിക്കാൻ വേണ്ടി ബിദഈകൾ ചിലർ ശ്രമിച്ചപ്പോൾ അതിൻ്റെ അസ്തിത്വത്തെ, അതിൻ്റെ സുബൂത്തിനെ കഴിവിൻ്റെ പരമാവധി സമർത്ഥിച്ച പണ്ഡിതന്മാർ നമുക്ക് മുമ്പേ നേരത്തെ വിട പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം പൊരുത്തം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഏതായിരുന്നാലും ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടി കൊണ്ടുപോകുന്നില്ല. ഈ സദസ്സിനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ ഉസ്താദുമാര് പങ്കുവച്ചിട്ടുണ്ടാകും. ഏതായിരുന്നാലും ആത്മീയ ചികിത്സാ രംഗം അത് സ്വഹാബത്ത് മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് സ്വഹാബത്ത് ഏറ്റെടുത്ത് പിന്നീട് മുസ്ലിം സമുദായത്തിലൂടെ പണ്ഡിതന്മാരിലൂടെ കൈമാറി വന്ന കാര്യമാണ്. ഈ വിനീതന്റെ അഭിവന്ദ്യ ഗുരുവര്യർ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാവ ഉസ്താദ് ദീപ്ത ലിഖിതങ്ങൾ എന്ന ലേഖന സമാഹാരം എഴുതിയപ്പോൾ അതിലൊന്നാമത്തെ ലേഖനം ഈ ആത്മീയ ചികിത്സാ രംഗത്തെ നെല്ലും പതിരും വേർതിരിക്കുന്ന രൂപത്തിലുള്ള, അതേതൊരു ഇൽമിന്റെ അഹിലുകാരനും സുതരാം ബോധ്യപ്പെടുന്ന വിധത്തിൽ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് അത് വളരെ മനോഹരമായ ലേഖനത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് വായിക്കാവുന്നതാണ്. ദീപ്ത ലിഖിതങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. 150ഓളം ഗ്രന്ഥശേഖരങ്ങൾ അഭിവന്ദ്യ ഗുരുനാഥനുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ലേഖന സമാഹാരമാണ് ദീപ്ത ലിഖിതങ്ങൾ. അതിലൊന്നാമത്തെ ലേഖനമാണ്. അതിൽ അസ്മ എന്താണെന്നും തൽസമാത്ത് എന്താണെന്നും സിഹിർ എന്താണെന്നും വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. തൽസമാത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് നെറ്റി ചൊളിക്കുന്ന ആളുകളെ കാണാം. തൽസമാത്തിന് ധാരാളം നിർവചനങ്ങളുണ്ട്. ഇബ്നു ഖൽദൂന്റെ താരീഫ് ഒന്ന് വേറെയാണ്, ഖറാഫിയുടെ താരീഫ് ഒന്ന് വേറെയാണ്, റാസിയുടെ താരീഫ് ഒന്ന് വേറെയാണ്. പലരും പല രൂപത്തിൽ അതിനെ നിർവചിച്ചിട്ടുണ്ട്. ഖറാഫി മാലിക്കി മദ്ഹബുകാരനാണ്. മാലിക്കി മദ്ഹബുകാരനായ ഖറാഫി റളിയല്ലാഹു അൻഹുവിന്റെ സിഹ്ർ ഒന്നുകൂടി വ്യാപകാർത്ഥത്തിലുള്ളതാണ്. അദ്ദേഹം ഇൽമുൽ ഔഫാഖിനെ വരെ സിഹ്റിന്റെ ഗണത്തിൽപ്പെടുത്തി. അതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വഅലൈഹി യുഹ്മലു ജഅലുൽ ഖറാഫി അൽ ഔഫാഖ ബിന സിഹ്രി, ദുരുദ്ദേശത്തിന് വേണ്ടി ചെയ്തതിനെയാണ് സിഹ്റിൽപ്പെടുത്തിയത് എന്ന് വേണം ഖറാഫിയുടെ നിലപാടിനെ മനസ്സിലാക്കാനെന്ന് ഹൈതമി റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇൽമുൽ ഔഫാഖിനെ സംബന്ധിച്ച് ഖറാഫി എന്ന മാലിക്കി മദ്ഹബുകാരനായ പണ്ഡിതന്റെ നിലപാട് ഞാൻ പറഞ്ഞു. അതേ മാലിക്കി മദ്ഹബുകാരനാണ്. അപ്പൊ ഇൽമു തില്ലസ്മാത്തിന് സാങ്കേതികമായ നിഗൂഢാർത്ഥമുണ്ട്, അതുപോലെ വ്യാപകമായ പൊതുവിലുള്ളൊരു അർത്ഥവുമുണ്ട്. ആ അർത്ഥ തലങ്ങളെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ നിർവചനങ്ങളെല്ലാം വളരെ മനോഹരമായി അത് ഡിവൈഡ് ചെയ്തുകൊണ്ട് കൈകാര്യം ചെയ്യുമ്പോഴാണ്. ഇൽമു തില്ലസ്മാത്തിന്റെ നിർവചനങ്ങൾ ഇബ്നു ഖൽദൂൻ കൊടുത്തതൊരു നിർവചനം, അതുപോലെ ഖറാഫി കൊടുത്തൊരു നിർവചനം, റാസി കൊടുത്തത് മറ്റൊരു നിർവചനം. ആ നിർവചനങ്ങളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അതിൽ നെല്ലേത് പതിരേത് എന്ന് സാലിഹീങ്ങളായ ആളുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മഅന തിരിയാത്ത ഇസ്മുകളെ കൊണ്ട് മന്ത്രിക്കുന്നതിനെ സംബന്ധിച്ച് ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫയിൽ ജുമുഅയുടെ ബാബിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജുമുഅയുടെ ബാബിൽ ഹറാം എന്നാണ് പറഞ്ഞത്, ഫത്താവിൽ ഇത് കറാഹത്താണ് എന്നാണ് പറഞ്ഞത്. അർത്ഥം തിരിയാത്ത ഇസ്മുകളാണോ അത് അപകടത്തിൽ ചെന്ന് ചാടിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഹറാമാണ്, സാധ്യതയാണെങ്കിൽ കറാഹത്താണ്. ഈ രണ്ട് അപകടങ്ങളും ഇല്ല എങ്കിൽ, രണ്ട് അപകടങ്ങളും ഇല്ലാതിരിക്കുന്നത് എപ്പോഴാണ്? സ്വാലിഹീങ്ങളിലൂടെ ഉദ്ധരിക്കപ്പെടുമ്പോൾ അതിൽ ഈ പറഞ്ഞ രണ്ട് അപകടങ്ങളും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അത് അനുവദനീയമാവുകയും ചെയ്യും. അൽ ജൽജലൂത്തുൽ കുബ്രയും സുഗൈറും മനപ്പാടമുള്ളവർ ഈ കൂട്ടത്തിലുണ്ടാകും. ധാരാളം ഹാഷികളും ഷർഹുകളും വന്നൊരു കിതാബാണ് ജൽജലൂത്തുൽ കുബ്ര. ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ മിക്കവാറും ആ ജൽജലൂത്തിനെ സംബന്ധിച്ച് പറയാറുണ്ട്. അതിൽ പക്ഷേ ധാരാളം സുരിയാനി ഭാഷയിലുള്ള ഇസ്മുകൾ കാണാം. സഅൽതൂക എന്ന് സഅൽതൂക ബിൽ ഇസ്മിൽ മുഅല്ലമി ഖദ്റുഹു ബി ആജിൻ അഹൂജിൻ ജൽജലൂത്തിൻ വഹൽഹലത്. ആജി എന്ന് പറഞ്ഞാൽ അല്ലാഹു എന്നർത്ഥം, അഹൂജി എന്ന് പറഞ്ഞാൽ വാഹിദ് എന്നർത്ഥം, ജൽജലൂത്ത് എന്ന് പറഞ്ഞാൽ ബദീഇ എന്നർത്ഥം, ഹൽഹലത്ത് എന്ന് പറഞ്ഞാൽ ബാസിത്തി എന്നാണ് അർത്ഥം. ബിസിംസാമി തംതാമിൻ ബിന്നൂരി ബില്ലിയ ബിമിഹറാഷി മിഹറാഷിൻ ബിഹിന്നാർ ഉഖ്മിദത്. സിംസാം എന്ന് പറഞ്ഞാൽ സാബിത്ത്, തംതാം എന്ന് പറഞ്ഞാൽ ജബ്ബാർ, മിഹറാഷ് എന്ന് പറഞ്ഞാൽ ഹലീം. ഇങ്ങനെ തുടങ്ങി അന്യഭാഷകളാണെങ്കിലും പദങ്ങളാണെങ്കിലും അതിൻ്റെ അർത്ഥം ഇന്നത് എന്ന്
ഹാഷിയയിലും ഷറഹുകളിലും സാലിഹീങ്ങളായ പണ്ഡിതന്മാരിലൂടെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ മാന മനസ്സിലാക്കാത്ത ഇസ്മുകൾ അതുകൊണ്ട് മന്ത്രിക്കരുത് എന്ന് പറഞ്ഞ ഫത്വയുണ്ട്. അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സാലിഹീങ്ങളിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഇസ്മുകളെല്ലാം അത് ഹാഷികളിലൂടെയും ഷറഹുകളിലൂടെയും അതുപോലെ അഫ്വാഹുകളിലൂടെയും അതിൻ്റെ മാന അത് പഠിക്കുന്ന ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലമ ബൂനി റളിയല്ലാഹു അൻഹു ബിഗിയത്തുൽ മുഷ്താഖ് എന്ന് പറയുന്ന കിതാബിന്റെ ഒരു ഭാഗത്ത് ഇസ്മുകൾ കേൾക്കുമ്പോഴേക്ക് തില്ലസ്മുകൾ കേൾക്കുമ്പോഴേക്ക് അത് ഉൾക്കൊള്ളരുത്, ഒരു ഷെയ്ഖ് മുഖേന അതിൻ്റെ ഇത്തിമാദും അതിൻ്റെ സബാത്തും സുബൂത്തും ഉറപ്പിച്ചതിൻ്റെ ശേഷം മാത്രമാണ് ഉൾക്കൊള്ളേണ്ടത് എന്നും അവലംബിക്കേണ്ടത് എന്നും വളരെ മനോഹരമായി അല്ലാമ ബൂനി റളിയല്ലാഹു അൻഹു എഴുതി വച്ചിട്ടുണ്ട്. ബിഗിയത്തുൽ മുഷ്താഖ് എന്ന കിതാബിൽ 5-8 ഉസ്താദുമാരിലൂടെ അദ്ദേഹത്തിന്റെ ഇൽമുൽ ഔഫാഖിന്റെയും ഇൽമുൽ ഹുറൂഫിന്റെയും സനദ് അദ്ദേഹം തന്നെ കിതാബിന്റെ അവസാന ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പക്ഷെ ചരിത്രപരമായ ചില ഒരു ഖതകളും സല്ലത്തുകളും ഉള്ളതുകൊണ്ട് ഞാൻ അത് ഇവിടെ എടുത്ത് ഉദ്ധരിക്കുന്നില്ല. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ പരമ്പര അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ആ കിതാബിന്റെ അവസാന ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം ബിഗിയത്തുൽ മുഷ്താഖിൽ പറഞ്ഞ പ്രയോഗമാണ്, അഥവാ ഏത് ഇസ്മുകളാണെങ്കിലും തില്ലസ്മുകളാണെങ്കിലും അത് ഉത്തരവാദപ്പെട്ട ഇഅ്തിമാദ് ചെയ്യാവുന്ന ഫിഖത്തായ പണ്ഡിതന്മാരിൽ നിന്ന് ശൈഖുമാരിൽ നിന്ന് വേണം ഉൾക്കൊള്ളാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ഇൽമുൽ ഹുറൂഫിന്റെയും ഇൽമുൽ അസ്മാഇയുടെയും ഒരു വലിയ സാഗരമാണ്. കൊറോണയുടെ സമയത്താണ് ഈ വിനീതൻ അത് ഏറെക്കുറെ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളിൽ നോദിയെടുത്തത്. 4 വാള്യങ്ങളുണ്ടത്. ഉസ്താദ് പറഞ്ഞു, ഒരു വിദേശ പര്യടന സമയത്ത് ഏതൊരു വിദേശി ഉസ്താദിനോട് ചോദിച്ചുവത്രേ, കേരളത്തിൽ ഫുതൂഹാത്ത് ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ അക്ഷരങ്ങളുടെ അത്ഭുതം പറയുന്ന വിസ്മയം പറയുന്ന കിതാബ് ദർസെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ഉസ്താദിനോട് ചോദിച്ചതും ഉസ്താദ് നിങ്ങൾ ആ കിതാബ് കൊണ്ടുവരൂ, ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഇസ്തിലാഹ് മനസ്സിലാക്കി പറഞ്ഞു തരാമെന്ന് ഉസ്താദ് മറുപടി പറഞ്ഞതും അതിൻ്റെ ഏറെക്കുറെ ഭാഗങ്ങൾ അവർക്ക് അതിൻ്റെ ആശയം പറഞ്ഞു കൊടുത്തതും ഉസ്താദ് തന്നെ പറഞ്ഞത് ഈ സമയത്ത് ഓർത്തെടുക്കുകയാണ്. ഫുതൂഹാത്തിന്റെ ഏറെക്കുറെ ഭാഗങ്ങൾ വളരെ മനോഹരമാണ്. അക്ഷരത്തിന്റെ സാഗരങ്ങൾ, ഹുറൂഫിന്റെ അത്ഭുത ലോകങ്ങൾ വളരെ മനോഹരമായി ഇബ്നു അറബി റളിയല്ലാഹു അൻഹു കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫതാവൽ ഹദീസിയ എന്ന കിതാബിൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യമുണ്ട്. അഥവാ ഈ ഒരു കിതാബ് അൽ ഫുതൂഹാത്ത് എന്ന ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് നോക്കാൻ പാടുണ്ടോ പാടില്ല എന്നൊരു ചോദ്യം. അപ്പോൾ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? അത് കഅബാലയത്തിന്റെ മുകളിൽ അതിന്റെ രചന കഴിഞ്ഞതിന്റെ ശേഷം കഅബാലയത്തിന്റെ മുകളിൽ ഒരു വർഷം വെച്ചിട്ടുണ്ടായിരുന്നു. വെയിലേറ്റു, കാറ്റേറ്റു, സീസണുകൾ ഋതുഭേദങ്ങൾ മാറി മാറി മറിഞ്ഞു. ആ ഗ്രന്ഥത്തിന് ഒരു കുഴപ്പവും പറ്റിയില്ല, ആ ഗ്രന്ഥത്തിനൊരു മങ്ങലുമേറ്റിൽ. അത്രയും അജബുള്ള ഗ്രന്ഥമാണ് ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ ഫുതൂഹാത്ത് എന്ന കിതാബ്. അത് നോക്കാൻ പാടുണ്ടോ, മുത്വാല ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം. അതിനോട് പ്രതികരിച്ചത്, അവരുടെ ഇസ്തിലാഹ് അറിയാവുന്നവർക്ക്, അവരുടെ സാങ്കേതിക സംജ്ഞകളും നിഗൂഢതകളും അറിയാവുന്നവർക്ക് ആ ഗ്രന്ഥം നോക്കാവുന്നതാണ്, അത് മുത്വാല ചെയ്യാവുന്നതാണ് എന്നായിരുന്നു ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. ഇബ്നു ഉസൈമിനോടും ഇബ്നു ബാസിനോടും ബിദഈകളുടെ വലിയ പണ്ഡിതന്മാരാണ്. ഇബ്നു ഉസൈമിനോടും ഇബ്നു ബാസിനോടും ഈ ഒരു ഗ്രന്ഥത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, അദ്ദേഹം കാഫിറാണ് എന്ന് ആരോ വിധി എഴുതിയിട്ടില്ലേ, അദ്ദേഹം കാഫിറാണ് എന്ന് ആരോ വിധി എഴുതിയിട്ടില്ലേ. എത്ര സിമ്പിളായിട്ടാണ് മറുപടി പറയുന്നത് എന്ന് ആലോചിക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ ജാമിയത്തുൽ അസ്റിലെ 2 അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് കാണാം. അതിലൊരു അനുഭവം, തന്റെ ഷംസുദ്ദുൽജി എന്ന് പറയുന്ന ഗുരുനാഥൻ മിക്കവാറും ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കാറുണ്ടായിരുന്നു. ഇബ്നുൽ അറബിയെയും ഇബ്നുൽ ഫാരിദിനെയും നിരന്തരം ആക്ഷേപിക്കുന്ന സ്വഭാവമുള്ളയാളായിരുന്നു ഷംസുദ്ദുൽജി എന്ന് പറയുന്ന ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഗുരുനാഥൻ, ജാമിയത്തുൽ അസ്റിലെ ഒരു ഗുരുനാഥൻ. ഒരു വേള ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഒരു വലിവിന്റെ സുഖ, അദ്ദേഹത്തിന് ഒരു വലിവിന്റെ സുഖടുണ്ടായിരുന്നു, ഒരു ദാഉൽ ഉളാൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഒരു ശിഷ്യൻ, നിങ്ങൾ ഈ ഒരു ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിനെയും ഇബ്നുൽ ഫാരിദി റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ ആക്ഷേപിക്കുന്നത് നിർത്തിയാൽ നിങ്ങളുടെ രോഗം ഒരുപക്ഷെ മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഏതായിരുന്നാലും ശിഷ്യന്റെ വാക്ക് കേട്ട് മനമില്ല മനസ്സോടുകൂടെ ആക്ഷേപങ്ങളും എഴുത്തിറാതുകളും നിർത്തി. അപ്പോൾ വലിവിന്റെ സുക്കടും മാറി. പക്ഷേ കാലങ്ങൾ കുറെ കഴിഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന്റെ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു വന്നു. ആ രോഗം പിന്നീട് പൂർവാധികം ശക്തി പ്രാപിച്ച് ആ രോഗത്തോടുകൂടെ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞതുമായ അനുഭവം ഹൈത്തമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസയുടെ അവസാന ഭാഗത്ത് കറാമാത്തിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് വളരെ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും ആലിമീങ്ങൾ ഈ ഒരു മേഖലയെ വളരെ കൂടുതൽ നോക്കിക്കാണുകയും അതിൽ നെല്ലേത് പതിരേത് എന്ന് വളരെ കൂടുതൽ മനസ്സിലാക്കി അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി ഗ്രന്ഥങ്ങളും ഫത്വകളും വിശദീകരണങ്ങളും ടെക്സ്റ്റുകളും ഒക്കെ എഴുതി തയ്യാറാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരോടുള്ള നമ്മുടെ കടപ്പാട് ചെറുതല്ല. പ്രത്യേകിച്ചും മർഹൂം യൂസുഫുൽ ഖാദിരി നവ്വറല്ലാഹു മർഖദഹു അവരവരുടെ ഒരു പുരുഷായുസ് പൂർണ്ണമായും ആത്മീയതയുടെ സൗരഭ്യം നുകർന്ന് അത് മറ്റുള്ളവർക്ക് കൂടി നുകരാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. എത്രയോ വലിയ മഹാന്മാരുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചു. ഉമറുൽ ഖാദിരി, സിറാജുൽ ഖാദിരി റളിയല്ലാഹു അൻഹുമ അവരുമായിട്ടൊക്കെ ആത്മീയമായ ബന്ധം സ്ഥാപിച്ചു. അവരുമായി ആത്മീയമായ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു മനോഹരമായ പരമ്പരയുണ്ട്. ആ പരമ്പരയിലെ ഒരു കണ്ണിയായി മാറാൻ ബഹുമാനപ്പെട്ട മർഹൂം യൂസുഫുൽ ഖാദിരി റളിയല്ലാഹു അൻഹുവിന് സാധിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഈ സദസ്സ് ഒരു ചെറിയൊരു സദസ്സല്ല. മഹാന്മാരുടെ നോട്ടം പതിയുന്ന പൂർവിക പാരമ്പര്യത്തെ പിടിച്ചു നിർത്താനും നിലനിർത്താനും പ്രതിജ്ഞാബദ്ധമായ മനസ്സോടുകൂടെ ഒരുമിച്ചുകൂടിയ വലിയ പണ്ഡിതന്മാരോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അർഹരുടെ കരങ്ങളിലേക്കാണ് ഈ വിജ്ഞാനം കൊടുക്കേണ്ടത് എന്ന് ഈ വിനീതന്റെ അഭിവന്ദ്യ പിതാവ് എപ്പോഴും പറയാറുണ്ട്. ഈ വിനീതന്റെ അഭിവന്ദ്യ പിതാവ് ഈ ആത്മീയ ചികിത്സാ രംഗത്ത് ധാരാളം ക്ലാസുകൾ നടത്തിയിട്ടുണ്ട് അവരുടെ ജീവിതകാലത്ത്. ആര് ക്ലാസ്സിന് വേണ്ടി വരികയാണെങ്കിലും നല്ലൊരു ടെസ്റ്റ് നടത്തും. അർഹനാണോ, ഇതിന് ഡിസർവ് ആണോ അല്ലെന്ന് നന്നായി അർഹത നോക്കി അർഹമായ കരങ്ങളിലേക്കാണോ ഇത് ചെന്നെത്തുന്നത് എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ക്ലാസ് കൊടുക്കാറുള്ളൂ. അതുപോലെയാണ് ഇവിടെയും നടക്കുന്നത്. അർഹരായ ആളുകളിലേക്ക് ഈ ആത്മീയ ചികിത്സയുടെ സൗരഭ്യം എത്തിക്കാനുള്ള വലിയ കഠിനാധ്വാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പണവള്ളി ഉസ്താദിന് നല്ല ആഫിയത്ത് അല്ലാഹു തആല കൊടുക്കട്ടെ. അവരുടെ തണലിലായി ദീനിന് ഖിദ്മ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എത്രയോ അത്ഭുതങ്ങൾ ഈ സദസ്സ് വഴി പലർക്കും ഉണ്ടായിട്ടുണ്ട്, പലർക്കും അനുഭവിച്ചിട്ടുണ്ട്. അവർ തന്നെ എഴുതിയ സഫല എന്ന കിതാബ്, അത് 10 വാള്യമുണ്ട്. അത് ഏറെക്കുറെ ഭാഗങ്ങൾ ഞാൻ വായിച്ച് തീർക്കുകയും ചെയ്തിട്ടുണ്ട്. അത്ഭുതമാണ് ആ കിതാബ് സഫല. അവരുടെ പണവള്ളി ഉസ്താദിന്റെ ഇൽമിന്റെ ആഴവും പിതാവിന്റെ പാരമ്പര്യം ഇവിടെ നിലനിർത്താനുള്ള കഠിനാധ്വാനവും ആ സഫല എന്ന ഗ്രന്ഥം ആരംഭം മുതൽ കൊടുക്കം വരെ പാരായണം ചെയ്താൽ നമുക്ക് ബോധ്യപ്പെടും. പിതാവിനോട് സദൃശ്യമായാൽ പിതാവിനോട് സദൃശ്യപ്പെട്ടാൽ അനീതി കാണിച്ചിട്ടില്ല എന്ന ചെറിയ ക്ലാസ്സുകളെ ഒരു ബാലപാഠം എന്നോണം നമ്മൾ പഠിച്ചു പോയ ബൈത്തിന്റെ ഒരു വരിയാണ്, ബൈത്തിന്റെ ഒരു ഭാഗമാണ്. ഏതായിരുന്നാലും സഫല എന്ന സാഗരം ഒരു ബഹറിന് തുല്യമായ വിജ്ഞാന സാഗരം. ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹി ഉസ്താദിന്റെ അറിവനുഭവങ്ങളാണ് അത് വായിക്കുമ്പോൾ ഓർമ്മ വരുന്നത്. കാരണം സദഖത്തുല്ലാഹി ഉസ്താദ് ഈ ആത്മീയ ചികിത്സാ മേഖല വളരെ നന്നായി കൈകാര്യം ചെയ്തു. അതിന്റെ ആയുർവേദവും അടക്കം ആത്മീയ ചികിത്സയുടെ എല്ലാ ഭാഗങ്ങളും കൈകാര്യം ചെയ്തു. ഈ വിനീതന്റെ അഭിവന്യ അമ്മാവനുണ്ട് ഹാമിദ് കോയമത്തങ്ങൾ, ഖാദിരിയാണ്. ഇട പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ ആനന്ദം പ്രദാനം ചെയ്യട്ടെ. അവർക്ക് ഇജാസത്ത് കൊടുത്തത് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹി ഉസ്താദാണ്. അവരുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ്. ഓക്കെ ഉസ്താദിന്റെ ആത്മീയ ചികിത്സാ സംബന്ധമായ എല്ലാ ഉലൂമുകളും ക്രോഡീകരിച്ച പ്രധാനപ്പെട്ട 2 ശിഷ്യന്മാരുണ്ട്. 2 പേരും ലോകത്തോട് ഇവിടെ പറഞ്ഞു. ചെർല അബ്ദുറഹ്മാൻ മുസ്ലിയാരും അതുപോലെ നന്ദി മയമൂലിയരും വളരെ പ്രധാനപ്പെട്ട 2 ശിഷ്യന്മാരാണ്. ആ 2 ശിഷ്യന്മാർക്ക് ഈ ആത്മീയ ചികിത്സയുടെ എല്ലാ മധുരങ്ങളും എല്ലാ അടവുകളും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് സംസാരിച്ചിട്ടുണ്ട്. 2 പേരും ഇട പറഞ്ഞു. അവരിലൂടെ അതിന്റെ അനുഭവം ലഭിച്ച ധാരാളം ആളുകളുണ്ട്. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഈ ചികിത്സാ മേഖല, ആത്മീയ മേഖല മങ്ങാൻ പോകുന്നു എന്ന് കാണുമ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും നല്ല കരങ്ങളിലൂടെ ഈ ആത്മീയ ചികിത്സാ രംഗം നിലനിർത്തിയിട്ടുണ്ട്. അതിങ്ങനെ ഒരു നിമിത്തമാണ് ഈ സദസ്സും എന്ന് ഈ വിനീതൻ മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് എക്കാലവും നിലനിർത്തി തരട്ടെ. നമ്മുടെ വേർപാടിന്റെ ശേഷവും വരും തലമുറകളിലൂടെയും ഈ ആത്മീയമായ സുഗന്ധം നിലനിർത്തുന്ന ഒരു ടീമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം
അവസാനിക്കട്ടെ എന്നും ഹൃദയം അറിഞ്ഞ് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ഈ പറഞ്ഞ വർത്തമാനങ്ങളെല്ലാം ഇഖ്ലാസുള്ള വർത്തമാനങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രൗഢമായ സദസ്സിന് വിരാമമാവുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്ക് ജാമിഅ ദാറുൽ ഹിക്കമിൻ്റെ വക ഒരു ഉപഹാരം നൽകുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെയും സ്ഥാപന ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ഉസ്താദ് അവറുകളെയും ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഭിവന്യരായ പത്തപ്പിരിയം ഉസ്താദിന് ഷെയ്ഖുന നൽകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.